നമ്മുടെ വീട്ടിലെ ചിലിമ്പി നിറച്ച് ഇപ്രാവശ്യം ചിലിമ്പിക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ നോക്കുമ്പം ചിലിമ്പിയുടെ താഴെയല്ല ചിലിമ്പിക്ക ഇങ്ങനെ കൊത്തിപ്പെറുക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാരായിരിക്കുമെന്ന് വിചാരിച്ച് നോക്കുന്നതിനിടയ്ക്കാണ് രണ്ട് പേര് വന്നത്. നമുക്ക് ആരാന്ന് കണ്ടാലോ? കണ്ടോ ആരാന്ന്? രണ്ട് തത്തമ്മ കണ്ടില്ലേ? അവിടെ ഇരുന്ന് കടിച്ച് പറിച്ച് താഴേക്ക് ഇടുക കേട്ടോ. രണ്ട് പേരുണ്ടേ, ഒരു ചെറുക്കനും ഒരു പെണ്ണും. ഇപ്പം ഇത് ഈ വീഡിയോ എടുക്കുമ്പോഴും അതിൻ്റെ മുകളിലിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക, താഴോട്ട് വീഴുന്നുമുണ്ട്. കണ്ടോ? ഇത് ചെറുക്കനാണ്. ഇതിൻ്റെ അപ്പുറം ഒരു പെണ്ണും കൂടി ഇരിപ്പുണ്ട് കേട്ടോ. നോക്കിയേ, നമ്മളാണെങ്കിൽ ഇത് പുളിച്ചിട്ട് കഴിക്കുമോ? ഇവർക്ക് ഇനി പുളിയൊന്നുമില്ലെന്ന് തോന്നുന്നു കേട്ടോ. നേരത്തെ ഇവിടെ ഒരു തരം മന്ദാരം ഉണ്ടായിരുന്നു, വെളുത്ത മന്ദാരം. അതിൻ്റെ ഈ ബീൻസ് ഉണ്ടാവുമല്ലോ, ആ ബീൻസ് കൊത്തി തിന്നാനായിട്ട് 10-12 തത്തകൾ ഒന്നിച്ച് വരുമായിരുന്നു. ആ മന്ദാരം പോയാൽ പിന്നെ ഇവരെ ഇവിടെ കാണാറില്ലായിരുന്നു. ഇതിപ്പോൾ കുറേ നാൾ കൂടിയിട്ട് ആദ്യമായിട്ട് വരിക. നോക്കിയാൽ എന്നാ രസമാണെന്ന് നോക്കിയാൽ, കൈ പിടിച്ച് വെച്ച് തിന്നുകൊണ്ടിരിക്കുന്ന കാണാൻ. അതിൻ്റെ അകത്ത് അരി മാത്രമേ തിന്നുന്നുള്ളെന്ന് തോന്നുന്നു കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ ഫ്ലഷ് എല്ലാം കൂടെ ഇങ്ങ് തുപ്പിക്കളയും. കണ്ടോ? അതിൻ്റെ അകത്തെ അരി മാത്രം എടുത്ത് തിന്നും. ഇവർക്ക് എന്ത് സാധനം കൊടുത്താലും ഇങ്ങനെയാണ്. അതായത് നമ്മൾ ഈ പേരയ്ക്കയൊക്കെ കൊണ്ട് കൊടുത്താലും, നമുക്ക് നേരത്തെ വീട്ടിലുണ്ടായിരുന്നു ഒരു തത്തമ്മ. അവന് നമ്മൾ ഇതുപോലെ പേരയ്ക്കയൊക്കെ കൊണ്ട് കൊടുത്താൽ അതിൻ്റെ അകത്ത് അരി മാത്രം തിന്നിട്ട് അതിൻ്റെ ഫ്ലഷ് മുഴുവനും കൊത്തി താഴെ ഇടുമായിരുന്നു. കണ്ടോ കണ്ടോ കാണിക്കുന്നത് എന്താന്ന്? ഉയ്യോ, അത്രയും വലിയ ചിലിമ്പിക്ക അത്രയാക്കി തുപ്പിക്കളയുക പുള്ളിയുടെ പരിപാടി. കണ്ടില്ലേ എന്നാ രസമെന്നുണ്ട്. മറ്റേ പുള്ളിയെ ഞാൻ നോക്കിയിട്ട് ഇവിടെ എങ്ങും കാണുന്നില്ല. ഇതെന്തായിരിക്കും ഇങ്ങനെ തിന്നിട്ട വവ്വാലാണോ എന്നുള്ളൊരു സംശയത്തിൽ ഞാൻ രാവിലെ നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. പെണ്ണിനെ കണ്ടില്ല, ഇത് ചെറുക്കനായിരുന്നു തിന്നുന്നത്. ചെറുക്കന്മാരുടെ കഴുത്തിന് ഒരു നെക്ലസ് പോലെ ഒരു കറുപ്പ് കളർ കാണും, പിന്നെ ചുണ്ടിന് നല്ല ചുവപ്പുമായിരിക്കും. പെൺതത്തയ്ക്കാണെങ്കിൽ കഴുത്തിന് ചുറ്റും റൗണ്ടില്ല, കറുത്ത റൗണ്ട് കാണത്തില്ല. അതായത് സാധാരണ പ്ലെയിൻ ആയിട്ടുള്ള നെക്കായിരിക്കും. ഇത് ചെറുക്കനായിപ്പോൾ നിറച്ച് പച്ചലയായതുകൊണ്ടേ നമുക്ക് കാണാൻ മേല. ആശാൻ അവിടെ ഇരുന്ന് സുഖിച്ച് തിന്നുക. കണ്ടില്ലേ ഇരിക്കുന്നത്? മുകളിലോട്ട് നോക്കി എൻ്റെ കഴുത്തിന് വേദന എടുത്തു കേട്ടോ. അയ്യോ, ഒച്ച ഉണ്ടാക്കാതിരിക്കുക. നമ്മൾ ഈ വീഡിയോ എടുക്കുന്നൊന്നും ആശാൻ അറിയുന്നേ ഇല്ല. അത് താഴേക്കിട്ടു, അത് താഴോട്ടിട്ടു. ഇനി അടുത്ത പറിക്കാൻ വേണ്ടി പോകുന്നു. കണ്ട അടുത്ത പറിക്കുന്നു. പുള്ളി അടുത്തത് പറിക്കുകയാണ്. പറിച്ചെടുത്തോടെ, ഇഷ്ടം പോലെ നിൽപ്പുണ്ടല്ലോ. അത് തന്നെ, അവൻ്റെ കരച്ചിൽ കേട്ടോ. വീഡിയോ എടുക്കാനൊരു നിർവാഹമില്ല, അതായത് മുഴുവനും ഇലയായതുകൊണ്ട് കാണത്തേ ഇല്ല. ഫോൺ നല്ലപോലെ സൂം ചെയ്താൽ കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് അത്ര ക്ലാരിറ്റി ഇല്ലാത്ത. അടുത്തത് തുപ്പിക്കളയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ മത്സരമാണോ? ഈ പഴം തീറ്റ മത്സരം എന്നൊക്കെ പറയുന്ന പോലെ, ഓണത്തിനൊക്കെ കാണാൻ മേലെ എന്ന് പറഞ്ഞ പോലെ, ഇത് എത്ര എണ്ണം തുപ്പിക്കളയുമെന്നുള്ള വല്ല മത്സരമാണോ എന്നറിയത്തില്ല. എന്തായാലും കൊള്ളാം. ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് ഇത്രയും പുളിയുള്ള സാധനം ഈ തത്ത തിന്നുമെന്നുള്ളത്. മുമ്പേ ഒരു അണ്ണാങ്കുഞ്ഞ് വന്ന് ഇതിൻ്റെ താഴെ നിൽക്കുന്നുണ്ടായിരുന്നു, അവന് വേണമായിരുന്നോ എന്തോ. നോക്കി തുപ്പിക്കളച്ചിൽ. നമുക്കിനി ഇതൊരു പണിയാവും. നമ്മുടെ മുറ്റത്തോട്ടല്ലേ ഇതെല്ലാം തുപ്പിയിടുന്നത്. ഞാൻ കാണിക്കാവേ. നിലത്തോട്ട് വീഴുന്ന കാണാം. എല്ലാം തുപ്പിയിട്ടേക്കുക, കടിച്ച് തുപ്പിക്കടി. ഈ തുപ്പുന്ന ക്യാമറയ്ക്കകത്തോട്ട് കിട്ടുന്നില്ല കേട്ടോ. പലയിടത്തായിട്ടാണ് ചെതറി വീഴുന്നേ. ഇലയിലോട്ട് അല്ല ഇതിങ്ങനെ ഇടുന്നത്. നേരത്തേക്ക് ഇല തട്ടി കണ്ടില്ലേ താഴോട്ട് വീഴുന്നത്. ഇല തട്ടി താഴോട്ട് വീഴുമ്പോൾ അതെങ്ങോട്ടാണ് വീഴുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. മുമ്പേ കടിച്ചിട്ടിട്ടേക്കുന്നതാണേ. കണ്ടോ? അതിൻ്റെ ആ വിത്ത് മാത്രമേ തിന്നിട്ടുള്ളൂ. ഇതടുത്തത് കണ്ടോ? എന്നാണേലും ചെതറി വീഴുന്നുണ്ട്.
റംബൂട്ടാൻ ഉണ്ടായിരുന്നപ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ. അത് പിന്നെ വവ്വാലും അണ്ണാനുമായിരുന്നു. അണ്ണാനാ കൂടുതൽ നമുക്ക് ശല്യം ഉണ്ടായിരുന്നു. കണ്ടില്ലേ വീഴുന്നത്, താഴേക്ക് പൊഴിച്ചോണ്ടിരിക്കുക. ഇതെല്ലാം എങ്ങനെ അടിച്ചു വാരി കളയും? ശരിക്കും പറഞ്ഞാൽ നമ്മളിതൊന്നിനും എടുക്കുന്നില്ല. വല്ലപ്പോഴും ഒരു അച്ചാറുണ്ടാക്കാൻ മാത്രമേ എടുക്കാറുള്ളൂ. ഇഷ്ടംപോലെ ഉണ്ടായിട്ടുമുണ്ട്. ചിലരൊക്കെ വന്ന് കുറേയൊക്കെ പറിച്ചുകൊണ്ട് പോകും. എന്നാലും നമുക്കിത് കൂടുതലായിട്ടുണ്ട് കേട്ടോ. ഒരുപാട്. ഇപ്പം സീസണാന്ന് തോന്നുന്നു. ഈയിടെ പൂവായിട്ട് നിന്നോ പെട്ടെന്ന് അതങ്ങ് കായായത്. ആശാൻ അടുത്തത് പറിച്ചു. അടുത്തത് നമുക്ക് തുപ്പിയിട്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, കടിച്ച് തുപ്പി നമ്മുടെ മുറ്റത്തോട്ടാണ് ഇട്ട് തരുന്നു. നോക്ക്. എടവേ, വേറെ പണിയൊന്നുമില്ലേ? നീ ഇത് അടിച്ചു വാരിയിട്ട് പോവോ? കണ്ടില്ലേ എന്നാ കാട്ടായ കാണിക്കുന്നതെന്ന്. ഇതിൽ കൂടെ ഒരു പെണ്ണും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ മുമ്പേ നോക്കിയപ്പോൾ. അതിനെ ഇപ്പോൾ കാണുന്നില്ല. ഈ ഇലയൊന്നും ഇല്ലായിരുന്നു, നന്നായിട്ട് കാണാമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തിന്നട്ടെ, നമുക്കെന്നാൽ ശല്യപ്പെടുത്താതെ പോയേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.